SRAM ഒരു ജനറൽ SRAM സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്രോസ് കപ്പിൾഡ് ഇൻവെർട്ടറിനെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മാറ്റിയിട്ട് ഈ ഇൻവെർട്ടറിൻ്റെ സ്ഥാനത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള എന്ത് വരയ്ക്കാൻ പോവാണ്, ഈ സിമ്പിളിന് പകരം നമ്മൾ സ്റ്റാറ്റിക് ലോജിക്കിലുള്ള നമ്മുടെ ഇൻവെർട്ടേഴ്സ് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പോകുക. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുന്നു, ഇവിടെ ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുന്നു. അപ്പോൾ ആ ഫിഗർ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇൻവെർട്ടർ വെച്ചു, ഇവിടെ ഇൻവെർട്ടർ വെച്ചു. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിന്നെ അത് എത്ര ട്രാൻസിസ്റ്റേഴ്സായി? M1, M2, M3, M4, M5 ആൻഡ് M6. ദസ് ദർ ആർ 6 CMOS ട്രാൻസിസ്റ്റേഴ്സ്. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഈ SRAM സെല്ലിനെ നമ്മൾ മറ്റൊരു പേര് പറയും 6T CMOS SRAM. അതായത് 6 ട്രാൻസിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട് അല്ലേ. 6 ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നിട്ടുള്ള ഒരു SRAM സെല്ലാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ ഇതിൻ്റെ റീഡ് ഓപ്പറേഷൻ എങ്ങനെയാണ്, റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ആണ് പഠിക്കാൻ പോകുന്നത്. എക്സാമിൽ യൂഷ്വലി ചോദിക്കുന്നതാണ് ഒരു 60 CMOS SRAM സെല്ലിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ റീഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ SRAM സെല്ല് ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ, അതായത് Q ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ 1 ആയിരുന്നു ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 ആയിരുന്നതുകൊണ്ട് ഇത് ഈ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് പോകാണ്ട് ഇവിടുത്തെ വാല്യൂ നോർമലി എന്തായിട്ട് മാറും? ഡിഫോൾട്ടായിട്ട് 0 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ വാല്യൂ Q ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിൻ്റെ ബേസിലേക്ക് 1 വന്നു. 1 മീൻസ് VDD വന്നു. സോ M2 എന്തായിരിക്കും? ഓഫായിരിക്കും. M1 എന്തായിരിക്കും? ഓൺ ആയിരിക്കും. സോ ഞാൻ ഈ സർക്യൂട്ടിൽ നിന്ന് M2നെ എടുത്തങ്ങ് മാറ്റുന്നു. ദെൻ അതുപോലെ ഇവിടുത്തെ വാല്യൂ 0, അത് ഈ ഇൻപുട്ടിലേക്ക് വരുമ്പം ഈ 0 ഇൻപുട്ട് M3ലേക്ക് വരും. M3 ഓഫായിരിക്കും, M4 ഓൺ ആയിരിക്കും. സോ ഞാൻ ഈ സർക്യൂട്ടിൽ നിന്ന് M2നെ അങ്ങ് അതുകൊണ്ട് റിമൂവ് ചെയ്തു. നമ്മുടെ M3നെ റിമൂവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വരച്ച പടമാണ്. നമ്മുടെ M3 മാറ്റി, ഇവിടുത്തെ M3 മാറ്റി, ഇവിടുത്തെ M2 മാറ്റിയിട്ട് ബാക്കിയുള്ള കൂട്ടിച്ചേർത്ത് വരച്ചേക്കാം. നിങ്ങൾ വരച്ച് നോക്കുമ്പം കിട്ടും, ഇതുപോലെ തന്നെ കിട്ടും. ഇനി ഇവിടുത്തെ ബേസിൽ 1 വരുന്നതുകൊണ്ട് ഞാൻ VDDന്ന് റീപ്ലേസ് ചെയ്തു. ഈ M4ൻ്റെ ബേസിൽ 0 വരുന്നത് കൊണ്ട് ഞാനിവിടെ ഗ്രൗണ്ട് വെച്ചും റീപ്ലേസ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ Q ഈക്വൽ ടു 1 വന്നാൽ ഈ നമ്മുടെ ഇൻറ്റേർണലി നമ്മുടെ ക്രോസ് കപ്പിൾഡ് ഇൻവെർട്ടറിൽ വരുന്ന ചേഞ്ചാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു കാര്യം കൂടിയുണ്ട്. റീഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ബിറ്റ് ലൈനും ബിറ്റ് ബാർ ലൈനും ഇല്ലേ, ആ ബിറ്റ് ലൈനും ബിറ്റ് ബാർ ലൈനോടുകൂടി ചേർന്ന് ഇൻറ്റേർണലി കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതാണ് C ബിറ്റെന്നും ഞാൻ C ബിറ്റ് ബാറെന്നും വെച്ച് വരച്ചിരുന്ന കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കണ്ടോ, ഇവിടെയും കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റേഴ്സ് ഇനിഷ്യലി എന്ത് ചെയ്യുന്നു? പ്രീചാർജ് ചെയ്ത് നമ്മൾ VDD എന്ന വാല്യൂയിലേക്ക് 2 കപ്പാസിറ്റേഴ്സിനെയും ഹൈ വാല്യൂയിലേക്ക് ചാർജ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ റീഡ് ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് ഈ 2 കപ്പാസിറ്ററിനെ നമ്മൾ പ്രീചാർജ് ചെയ്ത് വെക്കും VDDയിലേക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വേർഡ് ലൈൻ്റെ വാല്യൂ എന്താക്കി മാറ്റും? ഹൈ ആക്കി മാറ്റും. എന്നാലേ നമുക്ക് റീഡ് ഓപ്പറേഷൻ പറ്റത്തുള്ളൂ. ഈ വാല്യൂ ഹൈ ആവും. ഈ വാല്യൂ ഹൈ ആവുമ്പം ഈ ട്രാൻസിസ്റ്ററും ഈ ആക്സസ് ട്രാൻസിസ്റ്റേഴ്സ് M5 ആൻഡ് M6 ഓൺ ആവും അല്ലേ. ഓൺ ആവുമ്പം ഈ കപ്പാസിറ്റർ നോക്കിക്കേ, ഇവിടുന്ന് ഇത് ഷോർട്ടായി അല്ലേ, ഇത് ഓൺ ആയതുകൊണ്ട് ഇത് ഷോർട്ടായി, അത് ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇത് എന്ത് ചെയ്യും? ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഗ്രൗണ്ടിലേക്ക് ഈ കപ്പാസിറ്ററിന് എന്തുണ്ട്? ഒരു പാത്തുണ്ട്. സോ ഇറ്റ് വിൽ ഡിസ്ചാർജ് ത്രൂ ദിസ് പാത്ത് ടുവേർഡ്സ് ഗ്രൗണ്ട്. അപ്പോൾ ഈ VDD എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്ത് 0യിലേക്ക് പോവും. ഇനി ഇപ്പുറത്തെ വാല്യൂ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും ഡിസ്ചാർജ്, ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ബട്ട് ദർ ഈസ് നോ ഡിസ്ചാർജ്. ഇവിടെ വന്നിട്ട് ഇതിന് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യാൻ എന്തെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡ്രെയിൻ ടു ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യാൻ എന്തെങ്കിലും പാത്തുണ്ടോ? ഇല്ല. ഇവിടുത്തെ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. സോ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ചാർജ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. സോ വാട്ട് എവർ ദ ഡേറ്റ ഹോൾ VDD ആണെങ്കിൽ ആ VDDയിൽ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ ബിറ്റ് ലൈനിൽ കൂടെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമ്മൾ ഇതുവഴിയല്ലേ റീഡ് ചെയ്യുന്നത്. സോ ബിറ്റ് ലൈനിൽ കൂടെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ ഹൈ എന്നും കിട്ടും, ഇവിടുത്തെ ഔട്ട്പുട്ട് ലോ എന്നും കിട്ടും. അതല്ലായിരുന്നു ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂ Q ഈക്വൽ ടു 1, ഇവിടെ 1 കിട്ടി. Q ബാർ ഈക്വൽ ടു 0, ഇവിടെ 0 കിട്ടി. ദിസ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് SRAM റീഡ് ഓപ്പറേഷൻ. ഇതാണ് നമ്മുടെ 60 CMOSൻ്റെ SRAM റീഡ് ഓപ്പറേഷൻ. പക്ഷേ അതൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം പറഞ്ഞു നമ്മുടെ കപ്പാസിറ്റേഴ്സ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് ചെയ്തിട്ടല്ലേ നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ വളരെ സ്ലോ ആയി പോവില്ലേ. ബട്ട് ക്വിക്ക്ലി റെസ്പോണ്ട് ചെയ്യാൻ ശരിക്കും നമ്മുടെ ബിറ്റ് ലൈനെയും ബിറ്റ് ബാർ ലൈനെയും കൂടി ഒരു സെൻസ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഈ സെൻസ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ബിറ്റ് ലൈനും ബിറ്റ് ബാർ ലൈനും കൂടി കമ്പയർ ചെയ്യും. ഇഫ് ബിറ്റ് ലൈൻ ഈസ് ഗ്രേറ്റർ ദാൻ ബിറ്റ് ബാർ ലൈൻ, ഔട്ട്പുട്ട് വിൽ ബി
ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും 1 ആയിരിക്കും. ആൻഡ് ഇഫ് ബിറ്റ് ലൈൻ ഈസ് ലെസ് ദാൻ ബിറ്റ് ബാർ ലൈൻ, ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും 0 ആയിരിക്കും. അങ്ങനെയാണ് വർക്കിംഗ്. അത് ബിറ്റ് ലൈൻ ഈസ് ഗ്രേറ്റർ ദാൻ ബിറ്റ് ബാർ ലൈൻ ആണെങ്കിൽ ബിറ്റ് ലൈനിലെ ഔട്ട്പുട്ട് എന്ത് കിട്ടും, നമുക്ക് 1 കിട്ടും. ഇഫ് ബിറ്റ് ലൈൻ ഈസ് ലെസ് ദാൻ ബിറ്റ് ബാർ ലൈൻ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് സെൻസ് ആംപ്ലിഫയർ ജസ്റ്റ് ഡിഫറൻസ് നോക്കിയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ക്വിക്ക്ലി നമ്മുടെ ഇതിൻ്റെ റീഡ് ഓപ്പറേഷനുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ച് ഇവിടെ നിങ്ങൾ ബിറ്റ് ലൈനോ ഇവിടുന്ന് ബിറ്റ് ബാർ ലൈനോ മാറ്റി തിരിച്ച് ചെയ്താലും ഒന്നുമില്ല, രണ്ടും ഒന്നും തന്നെ. കാരണം ഒന്നിൻ്റെ കോംപ്ലിമെൻ്റാണ് ഇവിടെ കിട്ടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഓപ്പറേഷനാണ് പഠിക്കേണ്ടത്. അപ്പം റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വേർഡ് ലൈൻ എന്താക്കി കണക്ട് ചെയ്യുക, 1 ആക്കി കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് നിങ്ങൾക്ക് ഒരു 1 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിറ്റ് ലൈനിലേക്ക് എന്ത് കൊടുത്തു, ഒരു VDD കൊടുക്കുന്നു. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റേർണലി എന്ത് വരും, 1 വരും. ഇത് ഇവിടെ 1 വരും. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 0 വരും. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ 1 0 ആയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ SRAMൻ്റെ റീഡ് ആൻഡ് റൈറ്റ് 60 SRAMസിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ തീർന്നു.